ഇവിടെ ഒരു 6 സെല്ലിലായിട്ട് കുറച്ച് ഫിഗേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫിഗേഴ്സിൻ്റെ എല്ലാം ടോട്ടലാണ് ഈ 4900 എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ പോകുന്നത് റണ്ണിങ് ടോട്ടലാണ്. അതായത് ഓരോ സെല്ലിലെ വാല്യൂവിൻ്റെ കൂട്ടത്തിൽ തൊട്ട് മുമ്പിലത്തെ സെല്ലിലെ വാല്യൂ ആഡ് ചെയ്ത് വരികയാണ്. അതായത് ഈ സെല്ലിൽ എനിക്ക് 2000 കിട്ടും. ഈ സെല്ല് വരുവാണെങ്കിൽ ആദ്യത്തെ 2000 പ്ലസ് 1000. ഈ ഒരു സെല്ല് വരുമ്പോൾ 2000 പ്ലസ് 1000 പ്ലസ് -500. ഈ സെല്ലിൽ വരുമ്പോൾ 2000 പ്ലസ് 1000 പ്ലസ് -500 പ്ലസ് 700. അങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ സെല്ലിലെയും വാല്യൂ പ്ലസ് അഡീഷൻ ചെയ്ത് എനിക്ക് ഓരോന്ന് കിട്ടണം. അതിനെയാണ് റണ്ണിങ് ടോട്ടൽ എന്ന് പറയുന്നത്. ഇത് കാണാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് വേണ്ട ഡേറ്റ എല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഈ ഒരു ക്വിക്ക് അനാലിസിസ് ടൂൾ ഇപ്പം എനേബിൾ ആകും. ഇഷ്ടത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ടോട്ടൽസ് വരിക. ഈ ടോട്ടൽസിൻ്റെ ഇവിടെ ഈ ഒരു റണ്ണിങ് ടോട്ടൽ അല്ല, ആരോ റൈറ്റ് ആരിലോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റണ്ണിങ് ടോട്ടൽ ഉണ്ട്. അതായത് ഈ റണ്ണിങ് ടോട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് നെക്സ്റ്റ് കോളത്തിൽ ഇതിൻ്റെ റണ്ണിങ് ടോട്ടൽ വന്നിട്ടുണ്ട്. നോക്കുക, 2000 പ്ലസ് 2000, 2000 പ്ലസ് 1000 ഈക്വൽ ടു 3000. ഇതിൻ്റെ കൂടുതൽ ഈ മൂന്ന് വാല്യൂസും കൂടെ കൂട്ടി ഇവിടെ വന്നു. അങ്ങനെ റണ്ണിങ് ടോട്ടൽ വരും. നമ്മൾ ഈ ക്വിക്ക് അനാലിസിസ് ടൂൾ വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ നോക്കുക, നമ്മൾ ഈ ടോട്ടൽസിൻ്റെ ഇവിടെ ആദ്യം ഒരു റണ്ണിങ് ടോട്ടൽ ഉണ്ട്. ഈ ആദ്യത്തെ റണ്ണിങ് ടോട്ടൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ഒരു കോളത്തിലെ ലാസ്റ്റ് ലൈനിലോട്ട് സമം വരുന്ന പോലെ തന്നെ ടോട്ടൽ വരും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റണ്ണിങ് ടോട്ടൽ എത്തുകയാണെങ്കിൽ പുതിയൊരു കോളത്തിലോട്ട് നെക്സ്റ്റ് കോളത്തിലോട്ട് നമുക്ക് ആ ടോട്ടൽ ഓരോ കോളം വൈസ് അല്ലെങ്കിൽ ഓരോ സെൽ വൈസ് അഡീഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.